ഒരു കാട്ടിൽ അതീവ സാമർത്ഥ്യക്കാരനും വളരെ മടിയനുമായ ഒരു സിംഹരാജാവും സൂത്രശാലിയായ ഒരു മന്ത്രിക്കുറുക്കനും ഉണ്ടായിരുന്നു. ഒരു ദിവസം, എടോ മന്ത്രി. ഓ അടിയൻ. എടോ, ഈയിടെയായി തനിക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. അതെന്താ പ്രഭു അങ്ങനെ പറഞ്ഞത്? എടോ, താൻ എന്റെ ആരോഗ്യം ശ്രദ്ധിച്ചോ? പഴയതുപോലെ ഒന്നിനും വയ്യടോ. ഇരതേടി പോകാനുള്ള ശക്തിയൊക്കെ ക്ഷയിച്ചു. ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനും പറ്റില്ലല്ലോ. അത് ശരിയാ, രാജാവിന് നല്ല ക്ഷീണമുണ്ട്. താനേ വലിയ ബുദ്ധിമാനല്ലേ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു താടോ. എനിക്ക് കുറച്ച് സമയം തരൂ രാജാവേ, ഞാൻ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചു നോക്കട്ടെ. താൻ വേണ്ടോളം ആലോചിച്ചോളൂ, പക്ഷെ എനിക്കൊരു ഉപായം പറഞ്ഞു തന്നേ പറ്റൂ. ഞാൻ പെട്ടെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുത്തില്ലേ ഇങ്ങേരെന്നെ കൊല്ലാനും മടിക്കില്ല. ഇത് വല്ലതും നടക്കുവോടോ? എന്തുകൊണ്ട് നടക്കില്ല? അങ്ങീ കാട്ടിലെ രാജാവാണ്. പ്രജകളുടെ ക്ഷേമത്തിനായി ഇതുവരെയും പ്രവർത്തിച്ചു. ഇപ്പോ അങ്ങയുടെ ആരോഗ്യം കുറഞ്ഞു. ഈ അവസരത്തിൽ അങ്ങയെ സഹായിക്കേണ്ടത് ആരാ? അങ്ങയുടെ പ്രജകൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു യോഗം വിളിച്ചു കൂട്ടുക. അങ്ങനെ രാജാവ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിലെ മൃഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. എന്തിനാണാവോ രാജാവ് യോഗം വിളിച്ചിരിക്കുന്നത്? ഒന്നടങ്ങടാ, എല്ലാവരും ക്ഷമയോടെ നിൽക്കുന്നത് കണ്ടില്ലേ? അല്ല പിന്നെ കാര്യമറിയാൻ എന്താ ഒരു വെപ്രാളം? എല്ലാവരും ഒന്ന് ചുമ്മാതിരിക്കേ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങളുടെ നന്മയ്ക്കായി ഇന്ന് വരെ വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. എന്താ, ശരിയല്ലേ? എന്താ സംശയം പ്രഭോ, അങ്ങയുടെ ഭരണത്തിൽ ഞങ്ങൾ വളരെ തൃപ്തരാണ്. എന്നാൽ ഇനി മുതൽ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് തീരെ വയ്യ. ഈ ഒരു അവസ്ഥയിൽ എന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളല്ലേ? പ്രഭു, അതിലെന്താ ഇത്ര സംശയം? അതെ അതെ പ്രഭു, അതെ. ശരിയാണ്. ഹാവൂ, എനിക്ക് സമാധാനമായി. ഇനി മന്ത്രി പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. നാളെ മുതൽ എനിക്കുള്ള രാജാവിനുള്ള ഭക്ഷണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൊണ്ടുവരണം. ഭക്ഷണത്തിന് നല്ല രുചിയും രാജാവിന് വയറ് നിറയെ കഴിക്കാനും ഉണ്ടായിരിക്കണം. ഇത് അനുസരിക്കാത്തവരെ രാജാവ് ഭക്ഷണമാക്കും. മനസ്സിലായോ? എല്ലാരും കേട്ടല്ലോ. രാജാവിന്റെ ആജ്ഞയ്ക്ക് മറുവാക്കു പറയാൻ പറ്റാത്ത പ്രജകൾ സമ്മതം മൂളിക്കൊണ്ട് വളരെ വിഷമത്തോടെ യോഗസ്ഥലത്ത് നിന്നും പിരിഞ്ഞു. മന്ത്രി, ഇനി മുതൽ വളരെ സ്വാദിഷ്ടവും മണവുമുള്ള ഒരുപാട് ഭക്ഷണം എന്റെ മുന്നിലെത്തും. ഇതിനല്ലേ ഞാൻ മന്ത്രിയായി അങ്ങയുടെ കൂടെ കൂടിയിരിക്കുന്നത്. പിന്നെ ചെറിയ ഒരു സഹായം ഇങ്ങോട്ട് കിട്ടിയാലും കൊള്ളാമായിരുന്നു. പറഞ്ഞോളൂ. അങ്ങ് വയറ് നിറയെ ഭക്ഷിച്ച ശേഷം എന്തേലും മിച്ചം വന്നാൽ അടിയനും തന്നാൽ നന്നായിരിക്കും. അത് പിന്നെ പറയാനുണ്ടോ? തനിക്കും തരാം. എന്താ പോരെ? കാണട്ടെ. അടിയൻ
ഒരു കാര്യം ചെയ്, ഞാനിത് കഴിച്ചു കഴിയുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കണം. രുചിയും അളവും ഒക്കെ നോക്കട്ടെ. പിന്നെ ഏതെങ്കിലും ഒന്നും കുറവാണെങ്കിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അടിയൻ. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ടാകണമെന്ന്. എന്നിട്ടെന്താ നീ കൊണ്ടുവന്നിരിക്കുന്നത്? അയ്യോ പ്രഭോ, ഞാൻ രുചിയുള്ള ഭക്ഷണമാണ് കൊണ്ടുവന്നത്. അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇല്ല ഇല്ല, നിനക്ക് മാപ്പില്ല. എന്റെ വിശപ്പ് മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണ്. അയ്യോ എന്നെ കൊല്ലല്ലേ. അടുത്ത തവണ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ഭക്ഷണം കൊണ്ടുവരാമേ. ഇത്തവണത്തേക്ക് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ചെന്ന് പറഞ്ഞേക്ക് നിന്റെ കൂട്ടുകാരോടെല്ലാം എന്റെ ആജ്ഞ അനുസരിക്കാത്തവന്റെ ഒക്കെ ഗതി ഇതാകുമെന്ന്. പാവം കഴുത ജീവനും കൊണ്ട് ഓടി. ചങ്ങാതിമാരോടെല്ലാം അവൻ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. അങ്ങനെ അടുത്ത ദിവസം പ്രഭോ, ഇന്നങ്ങക്ക് ഞാനാണ് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത്. കാണട്ടെ, ഇന്നലെ കഴുതയ്ക്ക് സംഭവിച്ചത് അറിഞ്ഞു കാണുമല്ലോ. ഓ പ്രഭോ, എന്റെ ഭക്ഷണം അങ്ങക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഇതെന്താ നീ കൊണ്ടുവന്നിരിക്കുന്നത്? നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇത്രയും കുറച്ച് ഭക്ഷണവുമായി എന്റെ മുന്നിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പ്രഭു ക്ഷമിക്കണേ, അറിയാതെ പറ്റിപ്പോയതാണേ. എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ. മിണ്ടിപ്പോകരുത്, നിന്നെ ഞാൻ വച്ചേക്കില്ലടാ. അല്ല പ്രഭു, നമ്മുടെ പ്ലാൻ പോലെ ഓരോ ദിവസവും അങ്ങേക്ക് ഭക്ഷണം എത്താറില്ലേ? എന്റെ വീതം ഇങ്ങ കിട്ടിയ നന്നായിരുന്നു. നല്ല വിശപ്പുണ്ടേ, അതാ. നീയാണ് ഇതിനൊക്കെ കാരണം. നിന്റെ ഒരു ബുദ്ധി. ഒന്നിനും മര്യാദക്കുള്ള ഭക്ഷണം കൊണ്ടുവരാൻ അറിയില്ല. 2 ദിവസമായി മുഴു പട്ടിണിയില്ല. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്നിട്ട് വീതവും ചോദിച്ചു വന്നിരിക്കുന്നു. പണി പാളിയല്ലോ. ഇനി ഈ പമ്പര വിട്ടിയ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? സാരമില്ല പ്രഭു, ഞാൻ ചെന്ന് അവരോട് കാര്യങ്ങൾ ശരിക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ഇനി ഇങ്ങനെ സംഭവിക്കില്ല, ഉറപ്പ്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ആരും ഇനി എനിക്ക് ഭക്ഷണം എത്തിക്കേണ്ട. എപ്പോഴും എന്റെ കൂടെയുള്ള നിനക്ക് മാത്രമേ എന്റെ ഭക്ഷണ രീതികളെ കുറിച്ച് അറിയാവൂ. അതിന് അതുകൊണ്ട് നാളെ മുതൽ നീ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നാൽ മതി. എന്താ? അമ്പടാ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. എന്റെ ഐഡിയ ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്തുവാടോ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല പ്രഭു, ഞാൻ ആലോചിക്കുമായിരുന്നു. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം അങ്ങേക്ക് തരാൻ പറ്റുമല്ലോ. എനിക്ക് സന്തോഷമായി, തൃപ്തിയായി. മന്ത്രിയായാൽ ഇങ്ങനെ തന്നെ വേണം. തനിക്ക് വെച്ചിട്ടുണ്ടോ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. പിറ്റേന്ന് വാക്ക് കൊടുത്തതുപോലെ രാജാവിനുള്ള ഭക്ഷണവുമായി കുറുക്കൻ സിംഹമടയിലെത്തി. പ്രഭു, അങ്ങേക്ക് വളരെ ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടാറും മുമ്പ് കഴിച്ചോളൂ. മന്ത്രി, ഇതിനെന്താ ഒരു മണം! ഇത്ര മണമാണെങ്കിൽ ഇതിനെന്ത് സ്വാദായിരിക്കും? പിന്നല്ലാതെ. കഴിക്ക്, വേഗം മുഴുവൻ കഴിക്ക്. ഇത്ര നല്ല ഭക്ഷണം കൊണ്ടുവന്ന താനും ഇത് എന്നോടൊപ്പം തന്നെ കഴിക്കണം. അത് അല്ല, ഇല്ല, ഞാൻ പിന്നെ കഴിക്കാം. ആദ്യം അങ്ങ് കഴിക്കേ. ഇല്ല, ഇതെന്റെ ഒരു ആഗ്രഹം. വേണ്ടെന്ന് പറയരുത് മന്ത്രി. എനിക്ക് ഇപ്പൊ നല്ല വിശപ്പില്ല. എന്നെ ധിക്കരിക്കുന്നു. വേഗം എടുത്ത് കഴിക്കുക. നീ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ.
രാജാവേ, അങ്ങ് എന്നോട് ക്ഷമിക്കണം. അങ്ങേക്ക് ഇനി എന്നും ഭക്ഷണം കൊണ്ടുവരണമെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാനിതിൽ കോലരക്കും വിഷമുള്ളും ചേർത്ത്. എടാ ചതിയ! അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ആ നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വെറുപ്പിച്ചു. എന്നിട്ടും നീ എനിക്ക് തന്നെ പണിയാൻ നോക്കി അല്ലേടാ? നിന്നെ ഞാൻ അയ്യോ. അങ്ങനെ അന്നു മുതൽ എല്ലാ മൃഗങ്ങളും സ്വൈരമായി ആരെയും ഭയക്കാതെ കാട്ടിൽ വസിച്ചു തുടങ്ങി.